നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തന്മ വാർത്തകളിലേക്ക് സ്വാഗതം. കാരുണ്യ വനിതാവേദി നേതൃത്വ സംഗമം നടന്നു. കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള കാരുണ്യ വനിതാവേദിയുടെ കള്ളിക്കാട് മേഖലാ നേതൃത്വ സംഗമം ആടുവള്ളി ഹിൽ വ്യൂ സെന്ററിൽ വെച്ച് നടന്നു. 2013 മുതൽ 25നും 50നും ഇടയിലുള്ള കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാരുണ്യ വനിതാവേദിയുടെ 163 യൂണിറ്റുകൾ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 6300ഓളം കുടുംബങ്ങൾ കാരുണ്യയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നു. ഒരു സാമൂഹിക സംഘടനയാണ്. ഇതിൽ പ്രവർത്തനം തുടങ്ങിയ ആ വർഷം തന്നെ ദൈവാനുഗ്രഹത്താൽ കള്ളിക്കാട് പഞ്ചായത്തിലെ ഈ പ്രദേശത്ത് ഏകദേശം 2 വർഷത്തിനകത്ത് 7ഓളം പ്രോഗ്രാം, ഈ ഹോളിൽ തന്നെ 4ഓളം പ്രോഗ്രാം നമ്മൾ നടത്തിയിട്ടുണ്ടാകും. 4ഓളം പ്രോഗ്രാം എന്ന് പറയുന്നത് ജീവകാരുണ്യ പദ്ധതികൾ പ്രാവർത്തികമാക്കിക്കൊണ്ടാണ്. മെഡിക്കൽ ക്യാമ്പ് നടത്തി സൗജന്യമായ മറ്റു സഹായ വിതരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള മെഡിക്കൽ ക്യാമ്പും സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിലുള്ള 4 ക്യാമ്പ് അതും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. മാലിദ്വീപിൽ നിന്ന് വന്ന് താമസിക്കുന്നവർക്ക് കുക്കിംഗ് ആയിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തപ്പോഴാണ് ആ പാളയം നന്ദാവനം ക്യാമ്പിന്റെ അടുത്ത് മുസ്ലിം ലീഗിന്റെ ഒരു ഓഫീസിൽ ഭക്ഷണം ഒരുക്കുവാൻ ഞങ്ങളെ ചെയ്യിച്ചത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന ദിവസം ഒരു ഹിറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്, ലില്ലിയും വേണ്ടപ്പെട്ടവരും വന്നാൽ അതിലൊരു ഭാഗമാകാമെന്ന്. മേഖലാ ചെയർപേഴ്സൺ വാവോഡ് ലീലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയ ഡാലി പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാരുണ്യ പ്രസിഡന്റ് പൂഴനാട് സുധീർ മുഖ്യപ്രഭാഷണവും നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയും കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയും സഹകരിച്ചുകൊണ്ട് നടത്തുന്ന കാരുണ്യം സ്കോളർഷിപ്പ് പദ്ധതിയുടെ ധാരണാപത്രം നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി പ്രൊഫസർ ജെബിൻ ജോബിനിൽ നിന്ന് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ ഏറ്റുവാങ്ങി. പക്ഷെ നമുക്ക് കള്ളിക്കാടിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ. കാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് ആരൊക്കെ എത്തുന്നു അവരെയെല്ലാം നമ്മൾ കൃത്യമായി ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കാരുണ്യയുടെ വാർഷിക പതിപ്പിന്റെ ലോഗോ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി രാധിക നിർവഹിച്ചു. സാഹിത്യ പ്രതിഭകളായ ജസിന്ത മോറിസ്, ആശാ കിഷോർ, സാമൂഹിക പ്രവർത്തകൻ അബ്ദുൾ ഹക്കീം പൂന്തുറ എന്നിവരെ ആദരിച്ചു. ആദ്യകാല പ്രവർത്തകരായ വാവോഡ് ലീല, ആടുവള്ളി ലില്ലി എന്നിവരെ ആദരിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം സതീഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ എസ് ബിനു, കാരുണ്യ സെക്രട്ടറി ജനറൽ പനച്ചമൂട് ഷാജഹാൻ, നൂറുൽ ഹസൻ, മുജീബ് റഹ്മാൻ, പീർ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. മത്സരപ്രധാനമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? എല്ലാവർക്കും ഒന്നാമതാകണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ടും സാധ്യമല്ല. പക്ഷേ ജീവിതത്തിന്റെ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ള സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. അതിന് പലപ്പോഴും പലർക്കും തടസ്സമാകുന്നത് ജീവിത സാഹചര്യങ്ങളും സാമ്പത്തിക ചുറ്റുപാടുകളും ഒക്കെയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജീവിത സാഹചര്യങ്ങൾ പലർക്കും പലതാണ്. സമ്പത്തിന്റെയും സുഖലോലുപതയുടെയും അടിത്തട്ടിൽ ജനിച്ച് ജീവിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരുണ്ടാകും. ദാരിദ്ര്യത്തിന്റെ കയ്പും കണ്ണുനീരും അനുഭവിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടാകും. അതുപോലെ തന്നെ ഇടത്തട്ടുകാരും ഉണ്ടാകും. இணைந்து இன்னைக்கு ஒரு ஸ்காலர்ஷிப் ப்ரோக்ராம் we are going to launch a scholarship program. எதுக்காக அப்படினு பாத்தீங்கன்னா two things. ஒன்னு வந்து to promote higher education, அதாவது +2 முடிச்சிட்டு நம்ம பசங்களை உயர்கல்விக்கு அனுப்புறதுக்காக to create a motivation. ரெண்டாவது to create or to mold the students in a proper way those or belong to a economically backward section, அதாவது fees
ஒரு எக்கனாமிக்கலாக ஒரு அமௌண்ட் பே பண்ண முடியலை, எனக்கு பே பண்ணுறதுக்கு அமௌண்ட் இல்லை, இப்படிப்பட்ட சுச்சுவேஷனில் இருக்கிற பசங்களுக்கு ஒரு ஸ்காலர்ஷிப் ஸ்கீமை ப்ரொவைட் பண்ணி அந்த ஸ்கீம் மூலமாக ஒரு ஹையர் எஜுகேஷனை ஸ்டூடெண்ட்ஸுக்கு கொடுக்கறதுக்காக தான் இந்த இனிஷியேட்டிவை நூருல் இஸ்லாம் சென்டர் ஃபார் ஹையர் எஜுகேஷன் நிம்ஸ் மெடிசிட்டியோட சேர்ந்து கார்னியா ரூரல் கல்ச்சரல் டெவலப்மெண்ட் சேரிட்டபிள் ட்ரஸ்ட் ட்ராண்டா இன்னைக்கு பண்ண போகிறாங்க.